ഇതെന്താ ഇപ്പം റോഡ് കാണിച്ച് തുടങ്ങുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് തമ്പനെയിലിൽ നിന്ന് കാര്യം പിടികിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഒന്ന് സൗത്ത് വെയിൽസ് വരെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ യാത്ര പെട്ടെന്ന് പ്ലാൻ ചെയ്തല്ല, നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് സമ്മറിൽ ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെഷർ റോക്സിൽ ഒന്ന് കയറിയിട്ട് നമുക്ക് സൗത്ത് വെയിൽസിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് ട്രിപ്പാണ്. ഞാൻ മാക്സിമം വ്ളോഗ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാക്സിമം പല പല എപ്പിസോഡായിട്ടാണ് എനിക്കും ഇടുക, കാരണം ഒത്തിരി ലെങ്ത്ത് വീഡിയോൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളപ്പോൾ ചെഷയർ റോക്സിലെത്തി. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയത്, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ഏകദേശം ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ നന്ദൂഷിലാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. ഞങ്ങൾക്ക് ഇരിക്കാൻ കിട്ടിയ സ്ഥലം വളരെ ഭംഗിയുള്ള സ്ഥലമായിരുന്നു. നിറച്ച് ഇഷ്ടികകൾ വെച്ചിട്ട് കോർത്ത് ചേർത്ത് വെച്ച പോലെയാണ് അവർ വെച്ചിരുന്നത്. മുകളിലൊരു ഷാൻഡ്ലെയറൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്താണ്, കിച്ചണോട് ചേർന്നുള്ള സ്ഥലത്തായിരുന്നു നമ്മൾ ഇരുന്നിരുന്നത്. അമ്പൂന് അവർ പെയിൻ്റ് അടിക്കാനൊക്കെ കുറച്ച് ക്രയോൺസൊക്കെ കൊടുത്തായിരുന്നേ. അപ്പോൾ അവൾ അതിൽ വെച്ചിരുന്നു. പിന്നെ മെനു കാർഡ് തന്നു നമുക്ക്. നമ്മളതിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് ഞങ്ങൾ കുറച്ചധികം ഫുഡ് ഐറ്റംസ് ഓർഡർ ചെയ്തു, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു, എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ അത്യാവശ്യം ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇതാണ് നമ്മളപ്പോൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ. ഒരു ഫുൾ ചിക്കനും പിന്നെ റൈസ്, ഗാർലിക് ബ്രെഡ്, പിന്നെ ചിപ്സ്, പിന്നെ ഒരു ലെമനേഡൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ. നമ്മളപ്പോൾ ഫുഡ് കഴിച്ചിറങ്ങി. ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നത്, പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു ഫുഡ്. ഇനി നമ്മൾ ചെഷയർ റോക്സിലേക്കാണ് പോകുന്നത്. അപ്പം അമ്പൂന് അവൾ പറഞ്ഞിട്ട് ഒരു മേക്കപ്പ് സെറ്റും കൂടി നമ്മൾ വാങ്ങിയായിരുന്നു. അവൾ ഒത്തിരി നാളായി പറയുന്നൊരു മേക്കപ്പ് സെറ്റ് വേണം എന്ന്. അപ്പം അത് വാങ്ങി. ഇതാണ് നമ്മൾ പറഞ്ഞ ഡിസൈനർ ഔട്ട്ലെറ്റ്. അത്യാവശ്യം എല്ലാ ബ്രാൻഡുകളും ഉണ്ട് ഇവിടെ. കണ്ടോ, ലീവേ, ഡീസൽ, അങ്ങനെ അത്യാവശ്യം എല്ലാം ഉണ്ട്. നമുക്കിപ്പം ചുമ്മാ ഇവിടെയൊക്കെ കയറി നോക്കാം. നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് വന്നേക്കുന്നതാണ്. ജാക്ക് ആൻഡ് ജോൺസിൽ വന്നേക്കുവാണ്. അതിൽ കുറച്ച് ടീഷർട്ടുകൾ ഓഫറിന് എടുക്കുന്നുണ്ട്. കണ്ടോ, വെച്ചാണ് എല്ലാം ഇവിടെ ഉണ്ട്. അത്യാവശ്യം ഓഫറുണ്ട്. കുറച്ച് ക്യാപ്പിൻ്റെ കട. അവിടെ കുട്ടികൾക്ക് കളിക്കാനൊരു പ്ലേ ഏരിയയും കൂടിയുണ്ട്. അപ്പം നമ്മളൊരു കറൗസൽ കണ്ടു. അപ്പം അമ്പൂനെ കയറ്റാന്ന് വിചാരിച്ചു. അച്ഛനും മോളും കൂടെ ഇപ്പം നമ്മുടെ ഈ സംഭവത്തിൽ കയറാൻ പോവാണ്. കേറിക്കോ, കേറുന്നില്ലേ? കേറിക്കോ, കുതിര കയറ്. കൊച്ചിനെ നീയും പിടിച്ചിരിക്കണം. രണ്ടൊരു കൂടി വെച്ചാൽ കേറ്. കൊച്ചിനെ പിടിക്കണേ. വേണ്ട, ചേട്ടൻ പിടിച്ചിരുത്തോട്ടാ. പിടിച്ചിരിക്കട്ടെ, ചില സ്പീഡിൽ പോകണ്ടല്ലോ. അധികം സ്പീഡ് ഉണ്ടാവില്ല. അല്ല, അതിലിരിക്കുമ്പോ കുഴപ്പമില്ല, നമുക്കേ കുഴപ്പമില്ല. അവിടെ ഈ കരോസൽ കൂടാതെ തന്നെ വേറെയും കുറേ സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് കളിക്കാനായിട്ട്. ഒരു ജുറാസിക് അഡ്വഞ്ചർ ഗോൾഫ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിൽ ഗോൾഫ് കളിക്കാനായിട്ട്. അതിൽ തന്നെ കുറച്ച് ഡൈനോസറുകളെയൊക്കെ വെച്ചിട്ടുണ്ട്. അനങ്ങുന്ന ഡൈനോസറുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാം അതിൽ.
പിന്നെ ഒത്തിരി ഭംഗിയിൽ എല്ലാ സ്ഥലവും ഇവർ അലങ്കരിച്ച് വെച്ചേക്കുന്നത്, നിറച്ച് പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ കയറി കഴിഞ്ഞ് നമ്മൾ ബബിൾ ടീന്നൊരു ബബിൾ ടീ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനൊരു റോസ് മിൽക്കിൻ്റെ ബബിൾ ടീ ആണ് ഓർഡർ ചെയ്തത്. പിന്നെ ഒരു സ്ട്രോബെറി ബബിൾ ടീ നമ്മൾ ഓർഡർ ചെയ്തു. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ. ചെഷയർ റോക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ എയർ വില്ലേജ് ഷോപ്പിംഗ് ആണ്. അതായത് ഒത്തിരി ബ്രാൻഡഡ് ഐറ്റംസ്, സെയിം ബ്രാൻഡഡ് ഐറ്റംസ് തന്നെ ഫാക്ടറി ഔട്ട്ലെറ്റുകളാണ്. അതിൽ തന്നെ നമുക്ക് റീറ്റെയിൽ പ്രൈസിനേക്കാളും ഒരു 70%, 50% to 70% ഓഫ് വരെ നമുക്ക് റെഡ്യൂസ്ഡ് പ്രൈസിന് സാധനം കിട്ടും. അപ്പോൾ നമ്മൾ കുറേ ഡ്രസ്സും ഷൂവും ഒക്കെ വാങ്ങിയായിരുന്നു. നേരത്തെ ജാക്ക് ആൻഡ് ജോൺസിൽ നിന്ന് കാണിച്ച ഷർട്ടൊക്കെ വെച്ചാണ് വാങ്ങി, ഒരു ക്യാപ്പ് വാങ്ങി, അങ്ങനെ എല്ലാം വാങ്ങി. നമുക്ക് ഒത്തിരി അഫോർഡബിൾ ആയിട്ട് നമുക്ക് ബ്രാൻഡഡ് സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഈ ചെഷയർ റോക്സിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ത്രൂ ഔട്ട് ഇവർ മൊത്തം അലങ്കാരപ്പൂക്കളും ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവർ നോക്കിയേക്കുന്നത്. ഇതൊരു പഴയ ഫോൺ ബൂത്താണ്, ഞങ്ങൾ നടന്നു പോയപ്പോൾ കണ്ടതാണ്. അതും മൊത്തം പൂക്കൾ വെച്ച് അലങ്കരിച്ച് നല്ല ഭംഗിയിലാണ് വെച്ചേക്കുന്നത്. ഒന്നുപോലെ അവർ വെറുതെ വിടുന്നില്ല, എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചേക്കുന്നതാണ്. നല്ല നല്ല ഭംഗിയുള്ള പല കളറിലുള്ള പൂക്കളൊക്കെ ഉണ്ട്. നമ്മൾ ചെഷയർ റോക്സിൽ നിന്ന് നേരെ ഇറങ്ങി, കാരണം സമയം ഇപ്പം തന്നെ ഒത്തിരി വൈകി, ഒരു 6:45 ആയിട്ടുണ്ട് വൈകുന്നേരം കേട്ടോ. ഈ സമ്മർ ആയതുകൊണ്ടാണ് ഇതിൽ ഇത്രയും നല്ല വെട്ടവും വെളിച്ചത്തിന് ഇരിക്കുന്നത്. വിൻ്ററിലൊക്കെ ആകുമ്പോഴേക്കും 2 മണിയാകുമ്പോൾ ഇരുട്ടും. അപ്പം നമ്മൾ മാപ്പിട്ട് നോക്കിയപ്പോൾ ഒരു 3 മണിക്കൂർ 11 മിനിറ്റും കാണിക്കുന്നുണ്ട് വെയിൽസിലേക്ക്. ഏകദേശം നമ്മൾ പോണ വഴിക്ക് ഒത്തിരി വീഡിയോ ഒക്കെ ഞാൻ എടുക്കാൻ നോക്കിയായിരുന്നു, കാരണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് വെയിൽസ് എന്ന് പറയുന്നത്, മലയും കുന്നും ഒക്കെ ആയിട്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവർ ബൗണ്ടറി വാളി കെട്ടിയേക്കുന്നത് മൊത്തം ഈ ചെടികൾ വെച്ചിട്ടാണ്. അപ്പം ഞാൻ ഈ മലേനെ കുറേ നേരം ഞാൻ പല പല ആംഗിളിൽ നിന്ന് വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്യാൻ നോക്കി. പക്ഷെ മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മതിൽ കെട്ടിയേക്കുന്ന മൊത്തം ഈ ചെടികൾ വെച്ചിട്ടാണ്. അപ്പോൾ എനിക്കങ്ങ് കാറിലിരുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഞാൻ ഒരു അവസരം കിട്ടിയപ്പോൾ എടുത്ത് ഷൂട്ട് ചെയ്തത്. നല്ലൊരു മല, ഒത്തിരി ദൂരത്തേന്ന് ഞാൻ കാണുന്നുണ്ട്. ഞാൻ പല ടൈപ്പിൽ ഷൂട്ട് ചെയ്യാൻ നോക്കി, പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ഏകദേശം വെയിൽസിൽ കയറിയിട്ടുണ്ട്, കാരണം ലിവർപൂളിൽ നിന്ന് തൊട്ടടുത്താണ് വെയിൽസ് എന്ന് പറയുന്നത്. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ വെയിൽസ് എന്ന രാജ്യത്തേക്ക് നമ്മളെത്തും. പക്ഷെ നമ്മൾ താമസിക്കാൻ പോകുന്നത് സൗത്ത് വെയിൽസ് എന്ന സ്ഥലത്താണ്, സൗത്ത് വെയിൽസിലാണ്. അതായത് അതിൽ തന്നെ ലിറ്റിൽ വെൽഷ് പാലസ് എന്ന് പറഞ്ഞൊരു എയർബിഎൻബി ആണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. ആ എയർബിഎൻബിയിലേക്കുള്ള ദൂരാട്ടോ ഞാൻ പറഞ്ഞ ഒരു 3 മണിക്കൂറും 11 മിനിറ്റും. അപ്പം നമ്മൾ എയർബിഎൻബിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അധികം മലയും കുന്നും കാറ് റോഡൊന്നും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, ഇനി അങ്ങോട്ടേക്ക് അത് തന്നെ കാണാനുള്ളൂ. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ എയർബിഎൻബിയിലെ വിശേഷങ്ങളായിട്ട് വരാം. അതുവരേക്കും ബൈ.